ശരിയായ കാര്യമല്ല. സാധനം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരിയേണ്ട വണ്ടി. അതാണ് അപ്പോൾ ഹായ് ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു റൈഡാണ്. ആ റൈഡ് എങ്ങോട്ടാണെന്നുള്ളത് നമ്മുടെ കരീഷ്മയുടെ ചെറിയൊരു മീറ്റപ്പ്, നമ്മുടെ 5th ഗിയർ ക്രൂ എന്ന് പറയുന്ന ഒരു ക്ലബിൻ്റെ, നമ്മുടെ ഇസഡമാറിൻ്റെ ക്ലബിൻ്റെ, ഇസഡമാറല്ല കരീഷ്മ 6 ഇസഡമാർ, അതായത് കരീഷ്മ സീരീസ് അല്ല, ആഗ്രഹിക്കുന്ന ആർക്കും വരെ ഈ ഒരു ഗ്രൂപ്പ്. അപ്പോൾ അങ്ങനെ ഒരു മീറ്റപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോയതാണ്. അപ്പം ഒരു ഇപ്പോൾ എത്ര കിലോമീറ്റർ കഴിഞ്ഞാണ്? എന്തായാലും ഒരു 100 കിലോമീറ്റർ അകത്തായിട്ടുണ്ട്. അപ്പോൾ ഒരു 120 കിലോമീറ്ററിനകത്തായപ്പോഴത്തേന് വണ്ടിക്ക് ചെറിയൊരു മിസ്സിങ്. ആ ഒരു മിസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാർബറേറ്ററല്ല ഇഞ്ചക്ടറിൻ്റെ ഭാഗത്തുനിന്ന് എണ്ണ ഇറങ്ങാത്തതാണ്. അപ്പോൾ ഫ്യൂവല് കരടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊരു വിഷയമല്ലെന്നാണ് പറയുന്നത്. കാര്യം എവിടെ പോയാലും എനിക്ക് സ്ഥിരമായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് അപ്പോഴേ അഴിച്ച് നമ്മൾ ക്ലീൻ ചെയ്തു. പക്ഷേ പ്രശ്നം എന്താ അറിയോ, നമ്മുടെ കൂടെ വന്ന ബാക്കി 13 പേരെ കാണുന്നില്ല. ആ 13 പേര് എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. പിന്നെ വഴി അറിയാത്തതുകൊണ്ട് പിന്നെ ഇനി അടുത്ത ആളെ വിളിച്ച് ലൊക്കേഷനൊക്കെ ചോദിച്ച് വേണം ഇനി അങ്ങോട്ട് എത്താനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അവിടെ ചെന്നതിന് ശേഷം വണ്ടി ഏതൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ എന്ന് ട്രിപ്പിന് വന്നാലും ഒരു ബ്ലാക്ക് ഇസഡന്മാർ മാത്രമേ ഉള്ളൂ. വേറൊരു വണ്ടി ഇതുവരെ കണ്ടിട്ടില്ല, ഒറ്റ ഇസഡന്മാർ മാത്രം. എന്തായാലും നമ്മുടെ സ്പെഷ്യാലിറ്റി അല്ലേ? അതെ, കാരണം ഇത്രയും കരീഷ്മ സീരീസിന്റെ എല്ലാ വണ്ടികളും വന്നിട്ടും XMR അടക്കം, അതായത് പുതിയ ലോഞ്ചിങ് ആയുള്ള XMR അടക്കം വന്നിട്ട് പോലും നമ്മുടെ ഇസഡന്മാറിന് എല്ലാനെ കൊണ്ട് ഒരു വണ്ടി പോലും ഞാൻ ഇല്ല വന്ന വഴിയിൽ പണിയാവുന്നതേ കാണിച്ചു വിഷയമില്ലെന്ന്. എനിക്കൊന്ന് 6ന്റെ അത്ര പണിയില്ലാത്തൊരു വണ്ടി ഇസഡന്മാറാണ്. കാര്യം നമ്മൾ ഇന്ന് വന്നിരിക്കുക നമ്മുടെ ഫ്രണ്ടിന്റെ വണ്ടിയില്ല, സുസുക്കിയുടെ വണ്ടിയില്ല. അപ്പം അത് അത്യാവശ്യം ഈ ഗിയർ വീല് വരെ പൊട്ടി അത്യാവശ്യം നല്ല രീതിയിൽ പൈസ ഇറങ്ങിയിട്ടുണ്ട്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഇസഡന്മാറിന് പണി കുറവാണ്. ഇപ്പം ഇതിൻ്റെ കേസ് പറയാനാണെങ്കിൽ നമുക്ക് കാർബറേറ്ററിൻ്റെ അല്ലാത്തതുകൊണ്ട് ഇഞ്ചക്ടറിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മിസ്സിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ട്യൂബ് അഴിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെ പോയി കഴിഞ്ഞാൽ ഇത് നമുക്കൊരു മിസ്സിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പണി അറിയാം. ഇപ്പോൾ നമ്മൾ ആണ്. അപ്പോൾ എന്തായാലും നമുക്കിനി അങ്ങോട്ട് കാണാം, അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ. അല്ല നീയല്ലേ പറഞ്ഞ വണ്ടി ഇറക്കത്തില്ലെന്ന്? നീയല്ലേ പറഞ്ഞ വണ്ടി ഇറക്കത്തില്ല. ഇത് കഴിഞ്ഞ ദിവസം വണ്ടി ഗിയർ വീല് പൊട്ടി വർഷത്തിൽ കൊടുത്തേ. ഒരാഴ്ച അവിടെ മഴയത്ത് കിടന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാം സെറ്റ് ചെയ്യാന്ന് പറഞ്ഞ് പുള്ളി പറഞ്ഞ ഒരു അര എടുത്തോണ്ട് വന്നാൽ മതി. അന്ന് സെറ്റ് ചെയ്ത് 4000 രൂപ പറഞ്ഞ ഒരു 3000 ഒരു 90 മേടിച്ച് കൊടുത്ത ആള് ഫ്ലാറ്റ്. എന്നിട്ട് പറഞ്ഞ് 90 മേടിച്ചുകൊണ്ട് വന്നാൽ ഇത് സെറ്റ് ചെയ്ത് തരാന്ന്. ഇതിനകത്ത് കീ സെറ്റ് വേറെ വെച്ചേക്കുന്നത്, ഗ്രാമറിന്റെ കീ സെറ്റ് വെച്ചേക്കുന്നത്. അയാൾ കീ കൊണ്ട് കളഞ്ഞു. ഇതിനൊക്കെ ഞാൻ ഈ വണ്ടി മേടിക്കുവാണെങ്കിൽ ഇപ്പോൾ എല്ലാം കൂടെ 75 രൂപയ്ക്ക് ഞാൻ പണിഞ്ഞിട്ടുണ്ട്. വണ്ടി മേടിച്ചത് എല്ലാം കൂടെ. എന്നാലും ഒരു കൊടുക്കാനുള്ളൊരിതില്ല. എനിക്കറിയത്തില്ല. ഫ്ലാറ്റ് ടയറാണോ ഇനി? 15 ഉള്ളായിരുന്നടാ, കുറവായിരുന്നു. 31 ഓക്കെ. എൻ്റെ ആളി എങ്ങോട്ട് പോകുന്നത്? ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുമല്ലോ, ഹോട്ടലിൽ പോകുന്ന വിചാരിച്ചു. എന്നാ നമ്മളിവിടെ കുടിക്കോ? എറണാകുളം. ഞാൻ കോട്ടയം ഏറ്റുമാനൂർ. അവിടെ കുറേ കരീഷ്മയുടെ വണ്ടികളൊക്കെ ചേർന്ന് ചെറിയൊരു മീറ്റപ്പ്. എന്ത് ചെയ്യാം, ഫാൻസിനെ കൊണ്ട് ഞാൻ തോറ്റ. ചേട്ടാ ഇങ്ങോട്ടൊന്ന്. എന്റെ വണ്ടിയാ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ് ഈ പുള്ളിക്കാരൻ ഇവിടുന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് തിരിച്ചത്. അവൻ സ്ട്രെയിറ്റ് പോകാനുള്ള വണ്ടി ഈ ഒരു ഭാഗത്തിട്ട് തിരിച്ച് കയറിയപ്പോഴത്തേന് നമ്മുടെ ഒരു വണ്ടി അവിടെ തട്ടിയതാണ്. ഇതിന് വല്ല കുഴപ്പമുണ്ടോടാ? ഹാൻഡിൽ ബന്ധമെന്നാണ്. ഇവിടെയും പിടിച്ചിട്ടുണ്ട്. ഓഹോ സാധനം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരിയേണ്ട വണ്ടി.
അവിടെ യു ടേൺ ഇല്ല. അപ്പൊ നിങ്ങള് റോങ് സൈഡ് കയറിയല്ലേ? അവിടെ യു ടേൺ ഇല്ല എന്ന് പറഞ്ഞൊന്നും എഴുതി വെച്ചിട്ടില്ല. ഒരു സിഗ്നൽ വന്നവരാ തിരിയുന്നത്. നമുക്ക് ഇവിടെ തിരിയാനുള്ള അനുവാദം ഉണ്ടോ സാറേ? ഇവിടുന്ന് അങ്ങോട്ട് തിരിയാനുള്ള അനുവാദം ഉണ്ടോ ഈ സിഗ്നൽ നടക്കുമ്പോൾ? പുള്ളി പറയുന്നത് അവിടെ യു ടേൺ ചെയ്ത് കൊടുത്തിട്ടില്ലെന്നാ പറയാം. അത് പറയട്ടെ, അവിടെ യു ടേൺ ചെയ്യേണ്ട സ്ഥലമല്ലല്ലോ. അത് കിടന്നോട്ടെ, അത് കുഴപ്പമില്ല. അത് കിടന്നോട്ടെ. അതെന്താ അതുകൊണ്ട് അപ്പൊ അത് നിങ്ങൾ എന്താണെന്ന് ചെയ്തിട്ട് എന്നെ വിളിച്ചാൽ അതെ ഞങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ഓണാക്കി നിങ്ങൾ നമ്പർ എടുത്തോ? നമ്പർ എടുത്തിട്ടുണ്ട്. എൻ്റെ പേരെന്തുവാ? അയാള് ഇവിടെ നിന്നിട്ട് ഈ സൈഡിൽ നിന്ന് വണ്ടിയാണ്. ഞാൻ നോക്കിയിട്ട് ഈ വണ്ടി ഇങ്ങനെ കയറി തിരിയുന്നു. ഈ മച്ചാനാണെങ്കിൽ ചെന്നിട്ട് അവിടെ ചെന്ന് ഇടിച്ചു. ഞാൻ ഇടിച്ചു, അതിനകത്ത് തന്നെ ഇടിച്ചു. അന്നേരത്തേക്ക് വിഷ്ണു ബ്രോ വന്നിട്ട് ബാക്കിലേക്ക് അങ്ങനെ പറഞ്ഞു. സിഗ്നൽ ഇങ്ങനെ സിഗ്നൽ ഓപ്പൺ അല്ലേ? ഈ ഓപ്പൺ ഉള്ള സമയത്ത് ഇവിടെ യൂട്ടേൺ എടുക്കാൻ പറ്റുമോ? സംഭവം എന്തോ യു ടേൺ എടുക്കുമ്പോൾ കൊണ്ട് ഇങ്ങോട്ട് ഒരു എർട്ടിക്ക XL6 ആയിരുന്നു. ഇവിടെ ഈ ഇത് കണ്ടില്ലേ, ഈ വൈറ്റ് ഇത് ആ എന്ത് കണ്ടില്ലേ? അതായത് നമ്മുടെ ആ ഒരു ഇത് തുടങ്ങുന്ന അവിടെ നിന്ന് ഇങ്ങനെ എടുത്തു. അപ്പൊ നമ്മൾ വന്ന് ഇവിടെ കയറി സ്റ്റാർട്ട് ചെയ്ത് കാരണം ശരിയായ കാര്യമല്ല. മേടിച്ചു തരാമെന്ന് പറഞ്ഞാൽ പിന്നെ നിയമമാണെന്നോ നിയമം നോക്കി നിങ്ങൾ നിയമം നോക്കി പോയി അത്രേ ഉള്ളൂ കാര്യം. ഒരു വണ്ടി പിന്നെ ഒരു മാന്യമായിട്ട് അതിൽ പറഞ്ഞില്ലയോ വണ്ടി എടുക്കും. വണ്ടി അതങ്ങനെ അതിന്റെ ഇങ്ങനെ ആ വണ്ടിയുടെ ഫോട്ടോ എടുത്തില്ലേ? ഓക്കെ, തെറിയാം. തെറിക്കല്ലേ? അതായത് നമ്മുടെ പമ്പിലോട്ടുള്ള എണ്ണ ഇറങ്ങത്തില്ല. അന്നേരം പിന്നെ അതിൻ്റെ ട്യൂബ് ഇളക്കിയിട്ട് ഫുള്ള് വരാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അകത്തോട്ട് ഊതും. ഊതുമ്പോഴത്തേന് ഫിൽറ്ററിൽ കിടക്കുന്നത് വീണ്ടും ടാങ്കിൽ പോകും. ആ മുത്തേ എന്നാണ്ട് പിന്നെ നിങ്ങൾ പോസ്റ്റായിരുന്നോ? കേട്ടോ പോസ്റ്റായിരുന്നോ? ചെറുതായിട്ട് 1 മണിക്കൂർ പോസ്റ്റ്. ഹായ് ബ്രോ, പേരെങ്ങനെ? ശ്യാം. എൻ്റെ പേര് ഫിറോസ്. വണ്ടി അടിപൊളിയായിട്ടുണ്ടല്ലോ. വന്നപ്പോ തന്നെ നോക്കി ഞാനും ഇവിടെ ഇത് വണ്ടിയാണ്. അത് V3യുടെ മാസ്ക് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫ്രണ്ട് ലുക്കേ വേറെ ഇതായി. കുറേ പേര് വന്നിട്ടുണ്ട്. പുതിയ XMR എടുത്ത് ഇപ്പൊ ഏകദേശം ഒരു 4-5 വണ്ടി നമ്മുടെ അപ്പം നമ്മുടെ ക്ലബിലേക്ക് ഫസ്റ്റ് XMR ഒഫീഷ്യലായിട്ട് വെൽക്കം ചെയ്യുകയാണ്. അപ്പോൾ ഗൈസ്, ഇത് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു മൈൽ സ്റ്റോൺ ആണ്. 5GCയിലേക്ക് ഒഫീഷ്യലായിട്ട് XMR നമ്മുടെ ലോഗോ ഒട്ടിച്ച് വെൽക്കം ചെയ്യുകയാണ്. അപ്പോൾ അതിന് ഓണർ നമ്മുടെ മുകേഷ് ബ്രോ. വെൽക്കം ബ്രോ. നമുക്കിനി ഒരുപാട് XMR വേണം, എല്ലാവരും അതിന് വേണ്ടി വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ നമ്മുടെ ലോഗോ ഒട്ടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്ലബിൽ രണ്ടാമത്തെ XMR നമ്മൾ ഇവിടെ ഒട്ടിക്കുക. ഇവിടെ ഓക്കെ, അതിലേക്ക് അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രിപ്പിൽ ഫസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഇസഡന്മാർ. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്നേക്കുന്ന ട്രിപ്പിലല്ല, ഒരേ ഒരു ഇസഡന്മാരെ വന്നിട്ടുള്ളൂ. അത് എൻ്റെ വണ്ടിയാണ്.
അപ്പം പിന്നെ വന്നിട്ടില്ല. പിന്നെ വന്നിട്ടില്ല. എനിക്കറിയത്തില്ല, എന്റെ അളിയ എന്റെ ശവനപ്പഴൊന്നും അല്ലേ, അങ്ങനെ പറയരുത്. മിസ്റ്റർ അഖിൽ കളത്തിപ്പറമ്പിലാണ്. നല്ല രാശി എന്റെ മുന്നേ. രാവിലെ പുള്ളി ഇറങ്ങുമ്പോഴേ പറയും എന്നെ നോട്ടീസ് ചെയ്യണം, അതുകൊണ്ട് വേറെ ഒരു ആവശ്യമുള്ളവന്മാരെ കാണല്ലേ. അങ്ങനെ ചെളി പിടിക്കാൻ ലോകം അല്ലടോ. ഇതോ ഇത് എത്ര വർഷമായി നോക്ക്. ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഓണർ ഇപ്പോൾ കുവൈറ്റിലാണ് ഗൈസ്. ഒരു വിഷയമില്ല, ധൈര്യമായിട്ട് ഇട്ടിരി. അതിന്റെ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ അവൻ പേര് വണ്ടി പണി വെച്ചിട്ട് പോകും, ഞാൻ ഉപയോഗിക്കും. പ്രമോഷൻ ഗൈസ്. പഴയ ആദ്യത്തെ ലോഗോ. അപ്ഡേഷൻ, ഇത് ആദ്യത്തെ ലോകമാണ്. ഞാനില്ലെങ്കിലും വണ്ടി ഉള്ള ലോകയാ. കഴിവ് തെളിയിക്കണം. പഴയതിന്റെ മുകളിൽ അപ്ഡേഷൻ. എന്റെ പൊന്നളിയ, അത് തേച്ചൊട്ടിക്ക് അവനെ കാഞ്ഞുള്ള ഒരാളാണ്. എന്റെ പൊന്നേലോ. റിയൽ ടാപ്പ്മാൻ. ഇത്ര നാള് റൈഡ് വന്നിട്ട് ഇത്ര വൃത്തിയോടെ ഒരു വണ്ടി കൊണ്ടുവന്നത് ഇപ്പോഴാണ് ഗൈസ്. നോക്കൂ. പക്ഷേ ഇതൊന്ന് കഴിയുന്നു. ഇതൊരു കില്ലാടി തന്നെ. കാര്യം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഞാൻ എത്തിപ്പെടാത്ത സ്ഥലങ്ങളൊന്നുമില്ല. കേരളത്തിൽ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പോയി. പിന്നെ എന്നാലും മെയിൻ ജില്ലകളിലെല്ലാം പോയിട്ടുണ്ട്. പക്ഷെ സ്പോട്ടുകളിൽ കവർ ചെയ്യാനെ കൊണ്ട് ഇഷ്ടം പോലെ കിടക്കുക കേരളത്തിൽ. എന്തിനാ ഇടുക്കി പറഞ്ഞാൽ തന്നെ ഇടുക്കിയിൽ എന്തോരം സ്പോട്ടുകൾ നമ്മൾ കവർ ചെയ്യാൻ കിടക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോ എല്ലാ വണ്ടിയിലും ലോഗോ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം ഓൾമോസ്റ്റ് ഇപ്പൊ ഏതാണ്ട് ഒരു 15 വണ്ടിക്കകത്ത് വന്നു. ഓൾമോസ്റ്റ് നമ്മുടെ ഈ റൈഡ് സക്സസ് ആണ്. ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ ഇതിൽ കൂടുതൽ വണ്ടികൾ വരാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ആർക്ക് റൈഡ് ആഗ്രഹിക്കുന്ന ആർക്കും വരാം. അപ്പൊ നമ്മുടെ ടീം 5GCയിൽ ജോയിൻ ചെയ്യാം. അപ്പൊ ഇന്ന വണ്ടി എന്നൊന്നുമില്ല, കരീഷ്മ എന്നൊന്നുമില്ല. റൈഡ് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, വരാം. ഹെഡ്ലൈറ്റിന് എനിക്ക് ആകെ 800 രൂപ കോസ്റ്റ് വന്നിട്ടുള്ളൂ. 800 രൂപ കോസ്റ്റ്. 800 രൂപ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹെഡ്ലൈറ്റിന്റെ മാത്രം. അപ്പം സെറ്റിംഗ് ആരായിരുന്നു? ഞാൻ തന്നെ. നീ തന്നെ. പിന്നെ അതിന്റെ ഡയറക്റ്റ് ഫിറ്റിംഗ് ആണോ? ഡയറക്റ്റ് ഫിറ്റിംഗ് അല്ല, ഇത് കരിസ്മയുടെ ഒറിജിനൽ ധൂമ തന്നെ. ധൂമിനുള്ളില് അതിന്റെ നമ്മുടെ അകത്ത് ഫുൾ എടുത്ത് കളയും. മുകളിലത്തെ ബാക്കിലത്തെ ഇതില്ലേ ഫൈബർ അത് മാത്രം ഉണ്ടാവുള്ളൂ. രണ്ടോർക്കിന്റെ ആ ബോർഡ് ഉൾപ്പെടെ അവിടെ സെറ്റ് ചെയ്യും. പിന്നെ ഈ മുകളിലത്തെ ഈ ബ്ലാക്ക് ഇല്ലേ, അത് പുറകിൽ ഒരു ലോക്കാണ് എൻഡോർക്കിന് വന്നത്, അത് കട്ട് ചെയ്ത് കളയും. 300 ഫീസ് ആദ്യം പൈസ